ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് പകൽ സഹായിക്കുമാറാകട്ടെ. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സംഖ്യാപുസ്തകം 10-ാം അധ്യായം 8-9 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരാകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. സംഖ്യാപുസ്തകത്തിൻ്റെ ആ പ്രത്യേക ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ ഇങ്ങനെ വായിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകുന്നതാകുന്നു. ദൈവവചന ഭാഗം അതിൻ്റെ 1 മുതൽ 7 വരെ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെള്ളിക്കാഹളങ്ങളുടെ നിർമ്മാണത്തെ ഉപയോഗത്തെയൊക്കെ പറ്റിയാണ്. അതായത് ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയോടുള്ള ബന്ധത്തിൽ അവർക്ക് സമയവും വിധവും സൂക്ഷ്മമായി അറിയുന്നതിന് അടയാളം ആവശ്യമായിരുന്നു. അതിനായി 2 കാഹളം വെള്ളി കൊണ്ട് അടിച്ചുപണിയായി നിർമ്മിക്കുവാൻ യഹോവ മോശയോട് അരുളി ചെയ്തു. ഈ കാഹളങ്ങൾ ഊതിയിരുന്നത് പുരോഹിതന്മാരായിരുന്നു. സഭയെ വിളിച്ചു കൂട്ടുന്നതിനും പാളയത്തെ പുറപ്പെടുവിക്കുന്നതിനുമായാണ് കാഹളം ഊതേണ്ടിയിരുന്നത്. അപ്പം പ്രയാണത്തിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങൾ കനാനിൽ പാർപ്പുറപ്പിച്ച ശേഷവും കാഹളങ്ങൾ ഊതിയിരുന്നു. ശത്രുവിൻ്റെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണമായിരുന്നു. യുദ്ധത്തിൽ പുരോഹിതന്മാരുടെ പങ്ക് ചൂണ്ടിക്കാണിക്കുന്നത് യുദ്ധങ്ങൾ യഹോവയുടേതും വിശുദ്ധവുമാണെന്നാണ്. അപ്പം ഈ ഗംഭീരധ്വനി ഊതുമ്പോൾ യഹോവ ഇസ്രായേൽ മക്കളെ ഓർക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യും. നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ആ 8-9 വാക്യം വായിച്ചു. 9-ാമത്തെ വാക്യം, നിങ്ങൾ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പം കാഹളധ്വനിയോട് തന്നെ വിളിച്ചപേക്ഷിച്ചിരുന്നുവെങ്കിൽ മാത്രമേ ദൈവം തന്നെ ജനത്തെ യുദ്ധത്തിൽ സഹായിക്കുമായിരുന്നുള്ളൂ എന്നവിടെ മനസ്സിലാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായം നേടുന്നതിനായി ഇസ്രായേലിയരുടെ മേൽ ദൈവം ചില നിബന്ധനകൾ വെച്ചിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നൊരു കാര്യം, നാം പ്രാർത്ഥനയോടും അവൻ്റെ കൃപയ്ക്കും സംരക്ഷണത്തിനും സാന്നിധ്യത്തിനുമായുള്ള നിലവിളിയോടും കൂടെ അവനോട് അടുത്ത് ചെല്ലുവാൻ വിസമ്മതിക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയില്ല. ദീർഘനാളുകളായി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നൊരു കാര്യം, ദൈവഹിതപ്രകാരം അവിടുത്തെ മുമ്പിൽ നമുക്ക് കരയുവാനുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. കാരണം അവനൊരിക്കലും കണ്ണീരിനെ മറികടക്കുന്ന ദൈവമല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 2-18-19 വാക്യം, 2-ാം അധ്യായം 18-19 വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെയിരുന്നവൻ്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് നാം വായിച്ചത്. അവിടെ ഒരു കാര്യം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, മഹാകഷ്ടത്തിലായിത്തീർന്ന ഇസ്രായേലിയർ മോചനത്തിന് വേണ്ടി യഹോവയോട് നിലവിളിക്കുമായിരുന്ന എന്ന് വേദപുസ്തകം ന്യായാധിപരുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ചരിത്രത്തിലെ സംഭവ ചക്രത്തിൽ ആവർത്തിച്ച് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിച്ചപ്പോൾ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതിന് യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർക്ക് അപ്പോൾ ആ ന്യായാധിപന്മാർ ജനത്തെ കവർച്ചക്കാരിൽ നിന്ന് വിടുതൽ നൽകിക്കൊണ്ടിരുന്നു. അപ്പം യോശുവയുടെ മരണശേഷം അനൈക്യവും അധർമ്മവും ഇസ്രായേൽ മേൽ നടമാടി. ഇസ്രായേലി ജീവിതചക്രത്തിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടേയിരുന്നു. മത്സരം, പ്രതികാരം, പശ്ചാത്താപം, യഥാസ്ഥാപനം എന്നീ 4 കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ കഷ്ടതയിലും അവരെ രക്ഷിക്കുന്നതിന് യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ഓരോ ന്യായാധിപനോട് കൂടെയും യഹോവ ഇരുന്ന് അവൻ്റെ കാലം മുഴുവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. അപ്പം പീഡകരുടെ നിമിത്തം അവർ നിലവിളിക്കുമ്പോൾ യഹോവയ്ക്ക് അവരോട് മനസ്സലിവ് തോന്നുകയും അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, പാപത്തെ ദൈവം ശിക്ഷിക്കുമെന്നും അനുതപിക്കുന്നവരോട് ദൈവം ക്ഷമിക്കുമെന്നും നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്നും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ ദൈവവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെയൊരു വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ
അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ദൈവവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, ഗെത്സമേനിലെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ തീഷ്ണതയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. അവൻ്റെ മരണത്തെ ദൈവം ഒഴിവാക്കി എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ കഷ്ടമനുഭവിക്കുന്നതിൽ ദൈവം അവന് സഹായം നൽകി എന്ന അർത്ഥത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൂശിൽ താൻ പാപമാക്കപ്പെടുന്നതിൻ്റെയും കൈവിടപ്പെടുന്നതിൻ്റെയും ചിന്ത ദുസ്സഹമായ ഹൃദയവേദന ഉളവാക്കിയതുകൊണ്ടാണ് അപേക്ഷയും അഭയയാചനയും കഴിച്ചതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് 22 തന്നെ ശക്തീകരിക്കുവാൻ ഒരു ദൂതൻ പ്രത്യക്ഷനായതായിട്ട് നമുക്ക് അവിടെ വായിക്കാം. അപ്പോൾ കൂടുതൽ ദൂതൻ പ്രത്യക്ഷനായത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ കഷ്ടാനുഭവത്തിന് ശക്തിപ്പെടുത്തുവാനാണ് ദൂതൻ വന്നത്, ആശ്വസിപ്പിക്കാനല്ലായിരുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, വചനഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധനകളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജാഗ്രതയോടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ഇതേ നിലയിൽ യേശു പരീക്ഷിതനായി എന്ന് നാം ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടം സഹിക്കുന്നതിന് മതിയായ കൃപ അവൻ നമുക്ക് നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 8-9 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പം നാം രാവിലെ ദുഷ്ടലോകത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ അനുസരിക്കുന്നത് നിമിത്തമുള്ള കഷ്ടതകളും അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും എന്താണെന്ന് യേശു അനുഭവത്തിലൂടെ പഠിച്ചു. തൻ്റെ കഷ്ടാനുഭവം ക്രൂശുമരണവും പാപം കൂടാതെയുള്ളതുമായിരുന്നു. തന്നിമിത്തം നമുക്ക് നിത്യരക്ഷ വരുത്തുവാൻ അവൻ സർവ്വതാ യോഗ്യനായി തീർന്നു എന്ന് അവിടുത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാവിലെ വിശ്വാസത്താൽ അവനെ അനുസരിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കും മാത്രമാണ് അത് ലഭിക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പരിശുദ്ധാത്മാ ഇന്ന് രാവിലെ നമ്മെ പഠിപ്പിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പം അവനൊരിക്കലും കണ്ണീരിനെ മറികടക്കുന്ന ദൈവമല്ല. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മാർക്കോസ് 10:46, 47, 48. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു എന്ന് അവിടെ വ്യക്തമായി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അവിടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, യേശുവിങ്കിലേക്കുള്ള വഴി തേടുന്ന ആവശ്യക്കാരനായ മനുഷ്യൻ്റെ ചിത്രമാണ് ബർത്തിമായിയെപ്പറ്റി നമുക്കവിടെ പഠിക്കാൻ പറ്റുന്നത്. കടന്നു പോകുന്ന നസറാനായ യേശുവാണെന്ന് കേട്ടപ്പോൾ ശ്രദ്ധ ആകർഷിക്കാനായി യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ അവൻ്റെ കണ്ണ് നിർജീവമായിരുന്നെങ്കിലും അവൻ്റെ ചെവികൾ സജീവമായിരുന്നു എന്ന് പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നു. ഒരു ശല്യമെന്ന നിലയിൽ പുരുഷാർ അവനെ ശാസിച്ചു. പുരുഷാരത്തിൻ്റെ ശാസന അവൻ്റെ വിളിയെ വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ദാവീദ് പുത്ര എന്ന സംബോധന ഈ സുവിശേഷത്തിൽ ആദ്യമായി ഇവിടെയാണ് നാം കാണുന്നത്. അപ്പം ഒരു കാര്യം ഇന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവും എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ അനേകം നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ പലരും പല സാഹചര്യങ്ങളോ വ്യക്തികളോ മുഖാന്തരങ്ങളോ നമ്മുടെ പ്രാർത്ഥനാനുഭവത്തെ കർത്താവിനെ വിളിക്കുന്നതിനൊക്കെ തടസ്സപ്പെടുന്ന അനുഭവം ഇവിടെ ബർത്തിമായോടുള്ള ബന്ധത്തിൽ പറയുന്നു. അവൻ അധികം നിലവിളിച്ചു എന്നാ. പ്രതികൂലത്തിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകാനല്ല, നിരാശപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഏത് പ്രതികൂലത്തിലും പ്രതിസന്ധികളുടെ മധ്യ അധികമായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാനാണ്. അതിന് താഴ്ത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം, വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അപ്പോൾ യേശു നിന്നു എന്നാണ്. ഇപ്പം ലോകരക്ഷകനായ കർത്താവ് അന്ധൻ്റെ വിളിയിൽ നിൽക്കുകയും അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷാരം അവനെ പ്രോത്സാഹിപ്പിച്ചു. തന്നെ സൗഖ്യമാക്കാൻ യേശു മനസ്സുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും പെട്ടെന്ന് കർത്താവിനെ സമീപിക്കാൻ യാതൊന്നും തടസ്സമാകാതിരിപ്പാൻ തൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലെത്തി. നമുക്കറിയാം, അതിൻ്റെ 51-ാമത്തെ വാക്യം വായിക്കുമ്പം യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ച്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ പറഞ്ഞു. അപ്പം ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുക, കർത്താവ് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന്. കാരണം ദൈവത്തിനറിയാം, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന, നമ്മുടെ പ്രായം അറിയുന്ന, പരിമിതികളെ അറിയുന്ന, ബലഹീനതകളെ അറിയുന്ന, നമ്മുടെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും അറിയുന്ന, നമ്മുടെ ലക്ഷ്യങ്ങളെ അറിയുന്ന, മനോഭാവങ്ങളെ അറിയുന്നൊരു കർത്താവ് ഇന്ന് രാവിലെ ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന്. നാം നമ്മുടെ
വായെ തുറന്ന് ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. സ്പെസിഫിക്കായിട്ട് പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ, കർത്താവേ എനിക്ക് ഇന്ന കുറവുണ്ട്, കർത്താവ് എനിക്ക് ഇന്നതാണ് എൻ്റെ ആവശ്യം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ ബലഹീനതകളെ അവിടുന്ന് കർത്താവ് പരിഹരിക്കണമേ, എന്നെ അവിടുന്ന് സൗഖ്യമാക്കണമേ, കർത്താവ് എൻ്റെ വിഷയങ്ങൾക്കൊരു മാറ്റം തരണമെന്ന് പറയാനുള്ള ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കണമെന്നാണ് മൂലഭാഷയിൽ. ഒരിക്കൽ കാഴ്ച, അതുപോലെ അവൻ പറയാനിടയിൽ കർത്താവ് എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തോടെ പഠിക്കുമ്പോഴും എനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കണമെന്നാണ് മൂലഭാഷയിൽ കാണുന്നത്. ഒരിക്കൽ അവന് കാണാമായിരുന്നു എന്നാണ് അവിടെ എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം വ്യക്തമായ പരിശുദ്ധാത്മ ഇന്ന് രാവിലെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. അപ്പോൾ 10:52 നാം ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട് പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം വ്യക്തമായി അതായത് കണ്ണീരിനെ മറികടക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പോൾ തന്നെ അവൻ സൗഖ്യമാകാനിടയായി. കർത്താവ് ഭക്തിമായെപ്പോലെ ദൈവസന്നിധിയിൽ അധികമായി കരയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആത്മീയ അന്തരുടെ കണ്ണ് തുറക്കുന്ന ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഒരു ചിത്രമായി ഈ വേദഭാഗം നമ്മെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്ത ദൈവവചനത്തിനായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. തൻ്റെ ഐഹിക ജീവകാൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്ത ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വിടുതലയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.